ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ആൻഡ് ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് കെയർ അതുപോലെ തന്നെ ഫുഡ് കെയറിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്, എങ്ങനെയാണ് നമ്മൾ ഹാൻഡ്സ് ഒക്കെ കെയർ ചെയ്യുക, അതുപോലെ തന്നെ ഫുഡ്സിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ വീക്കിലി നമുക്ക് ചെയ്യാൻ പറ്റിയ, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ എങ്ങനെയാണെന്നുള്ളതും കൂടി പറഞ്ഞുതരാട്ടോ. സോ വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് തസ്ലിക്കാബ്സ് യൂട്യൂബ് ചാനൽ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂസ്, അതായത് ഹാൻഡ്സിലും ഫുട്ടിലും മെയിൻ ആയിട്ട് വരുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈനെസ് ആണ്. ഹാൻഡ്സ് ഒക്കെ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ മുരികൾ വരിക, പിന്നെ ഫുട്ടിലാണെന്നുണ്ടെങ്കിൽ ഫുട്ട് വിണ്ട് കീറുക, ഇതൊക്കെയാണ് നമ്മളുടെ മെയിൻ പ്രോബ്ലംസ്. അതുപോലെ തന്നെ ഈ ഫിംഗേഴ്സിന്റെ ജോയിന്റ്സിൽ പിഗ്മെന്റേഷൻ വരിക, ബ്ലാക്ക് കളറ് പിഗ്മെന്റഡ് ആയിട്ട് ആ ഒരു ഏരിയ മാത്രം ഭയങ്കര ഒരു ബ്ലാക്ക് കളർ ആയിട്ടിരിക്കുക, കൈന്റെ മുട്ടുകളിൽ ബ്ലാക്ക് കളർ വരിക, അണ്ടർ ആംസിലുള്ള പിഗ്മെന്റേഷൻ, കാൽമുട്ടുകളിലെ കാലിന്റെ ഫിംഗേഴ്സിലൊക്കെ പിഗ്മെന്റേഷൻസ് വരിക. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉള്ളത് കേട്ടോ. ഇത് എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രോബ്ലംസ് തന്നെയാണ്, നമ്മൾ ഒരാൾക്ക് മാത്രമുള്ള പ്രോബ്ലംസ് ഒന്നല്ല കേട്ടോ. അപ്പൊ ഇത് നന്നായി ഒന്ന് കെയർ ചെയ്യണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഈ ഇടയായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു സംഭവം കേട്ടോ ഈ ഒരു ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ്. ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ടോണിങ് സൊല്യൂഷൻ നമുക്ക് ശരിക്കും പിഗ്മെന്റേഷൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ കാലിലെ വിണ്ട് കീറലൊക്കെ കുറയ്ക്കാൻ ഇത് നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാനിപ്പോ ഒരു 4 മാസമായിട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ട് എന്നുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഇത് വാങ്ങി യൂസ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കിന്നിൽ വേണം ഇത് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. കൂടുതലും നൈറ്റ് ടൈമിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ വീക്കിലി 2 or 3 ടൈംസ് മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. സോ നമ്മൾ നന്നായി ഫ്രഷ് അപ്പ് ചെയ്തതിന് ശേഷമാണ് അണ്ടർ ആംസിലൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ സ്വെറ്റ് ആയിട്ടിരിക്കുന്ന ടൈമിലൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ഒരു കോട്ടൺ പാഡ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഹാൻഡ്സ് ക്ലീൻ ചെയ്തിട്ട് ഹാൻഡ്സിലേക്ക് എടുത്താലും മതി കേട്ടോ. എന്നിട്ട് കോട്ടൺ പാഡിൽ ഇത് കുറച്ച് എമൗണ്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ബോഡി ഏരിയാസ് എവിടെയാണോ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉള്ളത് അവിടെ നമ്മളിത് പരട്ടി കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഡ്രൈ ആയതിനു ശേഷം ഒരു നല്ല മോയ്സ്ചറൈസർ പരട്ടാട്ടോ. എന്തായാലും മോയ്സ്ചറൈസർ പരട്ടണം, മോയ്സ്ചറൈസർ പറ്റാതിരിക്കരുത്. കാരണം സ്കിന്ന് ഡ്രൈ ആവട്ടോ ഇത് പരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല്. ആസിഡ് സൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ പരട്ടാൻ വേണ്ടി നോക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ നിവ്യയുടെ മോയ്സ്ചറൈസർ ആണ്. ഏതെങ്കിലും നല്ലൊരു ബോഡി ലോഷനോ ബോഡി മോയ്സ്ചറൈസർ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. സോ ഞാൻ യൂസ് ചെയ്യുന്നത് നിവ്യയുടെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ ആണ്. ഇത് ബോഡിയിൽ എല്ലാ പാർട്സിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ടും നമ്മൾ ബാത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ നമുക്ക് മോയ്സ്ചറൈസർ ബോഡിയിൽ ഹാൻഡിലും ലെഗ്സിലൊക്കെ പരട്ടി കൊടുക്കുന്നത് നല്ലതാട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് ആ ഒരു ഏരിയയിൽ നന്നായി ഒന്ന് പരട്ടി കൊടുക്കുക. ഹാൻഡ്സിലും അതുപോലെ തന്നെ അണ്ടർ ആംസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ പരട്ടിയിട്ട് നന്നായി ഡ്രൈ ആയതിനു ശേഷം മോയ്സ്ചറൈസർ നന്നായി ഒന്ന് പരട്ടി കൊടുക്കുക കേട്ടോ. ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഒരു 6 മന്ത്സിന്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതൊരു 4 മന്ത്സായി യൂസ് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ 4 മന്ത്സിന്റെ ഉള്ളിൽ എനിക്ക് കുറച്ച് ചേഞ്ചസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കാരണമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. ഞാനിത് മെയിനായിട്ട് അണ്ടർ ആംസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് കേട്ടോ പിഗ്മെന്റേഷന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ നമ്മളുടെ കാലിൽ ഉണ്ടാകുന്ന വിണ്ട് കീറൽ, ഫുട്ടിൻ്റെ ഉണ്ടാകുന്ന വിണ്ട് കീറലിനും ഈ ഒരു ഗ്ലൈക്കോളിക് സൊല്യൂഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ വാസ്ലീൻ ഒക്കെ പരട്ടിയിട്ട് നൈറ്റിൽ പരട്ടിയിട്ട് ഒരു സോക്സ് ഇട്ടിട്ട് കെടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ചേഞ്ച് ഉണ്ടാവും. പക്ഷെ ഇത് കൂടി അതിൻ്റെ കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇത് നല്ലതാണ്. ഇത് ഇതുപോലെ ഒരു കോട്ടൺ പാഡിലേക്ക് എടുത്തിട്ട് നമ്മുടെ ഫൂട്ടിൽ എവിടെയാണോ പൊട്ടലുള്ളത് അവിടെ നന്നായി ഒന്ന് പരട്ടി കൊടുക്കുക. അതിനുശേഷം പെട്രോളിയം ജെല്ലി, അതായത് വാസ്ലീൻ അതുപോലത്തെ ഐറ്റംസ് നമ്മൾ നന്നായി പരട്ടിയിട്ട് ഒരു സോക്സ് ഇട്ടിട്ട് രാത്രി കിടന്നുറങ്ങുക. രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് നന്നായി അത് വാഷ് ചെയ്ത് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഡേർട്സ് കയറിയിട്ട് വീണ്ടും പൊട്ടല് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഫൂട്ടിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ക്രീം എന്ന് പറയുന്നത് സെറാവയുടെ ഈ ഒരു ഹീലിംഗ് ഓയിൽമെന്റ് ആണ്. ഇതും യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇതല്ലാന്നുണ്ടെങ്കിൽ വാസ്ലീനും യൂസ് ചെയ്യാം. സെയിം വാസ്ലീന്റെ അതേ ഒരു എഫക്ട് തന്നെ കേട്ടോ ഇതിന് വരുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് സൊല്യൂഷൻ കൂടി യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ റിസൾട്ട് വരും. സോ അപ്പൊ അത്രയൊക്കെയാണ് പിഗ്മെന്റേഷൻസ് ഒക്കെ നമുക്ക് ടൈം എടുത്ത് ചേഞ്ച് ആക്കാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വീക്കിലി ഒക്കെ ചെയ്യാൻ പറ്റുന്ന മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഒരു പാർലറിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഹാൻഡ് കെയർ എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാട്ടോ ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ കീപ് വാച്ചിങ്. ഹാൻഡ് കെയറിങ്ങിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നെയിൽ കട്ട് ചെയ്യുന്നത്. നെയിൽ കട്ട് ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ആയി കട്ട് ചെയ്യാതെ ചെറിയൊരു ഷേപ്പ് ഒക്കെ കൊടുത്തിട്ട് ഒരു യു ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പിലൊക്കെ നെയിൽസ് കട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഫയൽസ് ഒക്കെ യൂസ് ചെയ്ത് അതിന്റെ ഷാർപ്പൻ എഡ്ജസ് ഒക്കെ നന്നായി ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാൻ കൂടി ചെയ്യാട്ടോ. പിന്നെ ഒരുപാട് കയറ്റി കട്ട് ചെയ്യാതെ സ്കിന്ന് എൻഡ് ചെയ്യുന്ന അതേ പോർഷനിൽ തന്നെ വെച്ചിട്ട് നമ്മൾ നെയിൽസ് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇങ്ങനെ ചെയ്താൽ തന്നെ നെയിൽസ് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഹാൻഡ്സിലെ ഹെയർസ് റിമൂവ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഹെയർ റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നാച്ചുറൽ അലോവേര ജെല്ലാണ് എൻ്റെ ഹാൻഡ്സിൽ ആദ്യം പരട്ടി കൊടുക്കുന്നത്. ഇത് പരട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ഒരു റേസർ യൂസ് ചെയ്തിട്ട് ഹെയർ റിമൂവ് ചെയ്യണം. ഇത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണ ഒരു റേസർ ആട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മളുടെ ഹാൻഡ്സിലെ ഫിംഗേഴ്സിലൊക്കെ ഹെയർ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഇങ്ങനെ റിമൂവ് ചെയ്താൽ തന്നെ നമ്മുടെ ഹാൻഡ്സ് കാണാനും ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം ഇതൊക്കെ നന്നായി ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഹാൻഡ്സിൽ നന്നായി ഹെയർസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഹാൻഡ്സ് ഒക്കെ കുറച്ചും കൂടി ഒരു ബ്രൈറ്റൻ ആയ പോലെ നമുക്ക് തോന്നും. ഇനി നമ്മൾ മാനിക്യൂറിലെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം കേട്ടോ. ഒരു ബൗളിൽ ഫുള്ളായിട്ട് നമ്മൾ വാം വാട്ടർ എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചെറുനാരങ്ങയുടെ ഈ ഒരു വെള്ളം നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ്. നമ്മുടെ ഹാൻഡ്സ് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ഫസ്റ്റിൽ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മളുടെ കൈ ഡിപ്പ് ചെയ്ത് വെച്ചു കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റോളം നമ്മൾ നന്നായി ഒന്ന് കൈ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹാൻഡ്സ് ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഈ ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആണല്ലേ. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ലോണം ഹാൻഡ്സ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എക്സ്ഫോളിയേഷൻ ആണ്, അതായത് സ്ക്രബ് ചെയ്യുക. ഹാൻഡ്സ് സ്ക്രബ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാട്ടോ. കാരണം ഹാൻഡ്സ് ആയാലും ലെഗ്സ് ആയാലും ബോഡി ആയാലും ഒക്കെ സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്റെ സോഫ്റ്റ്നെസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഞാനിവിടെ 1 ടീസ്പൂൺ കോഫി പൗഡറും 1 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളി സ്ക്രബ്ബറാണ്, നല്ല ബ്രൈറ്റനിങ് കിട്ടും കേട്ടോ. ഈ ഒരു സ്ക്രബ്ബർ തന്നെ വീക്ക്ലി 2 ടൈംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നല്ല ചേഞ്ച് ഉണ്ടാവും. നമ്മളെ ഹാൻഡ്സിലായാലും ലെഗ്സിലായാലും ഒക്കെ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. 2 വീക്സ് കൂടുമ്പോൾ ഇത് ബോഡി ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അടിപൊളി എഫക്റ്റ് ആണ് കേട്ടോ. അതിനുശേഷം ഇത് ഒരു വെറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ട് ഞാൻ നന്നായി ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ തന്നെ മാറിയിട്ടുണ്ടാവും കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. നന്നായിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളുടെ ഹാൻഡ്സ് ഒക്കെ. അതിനുശേഷം ഒരു പാക്ക് കൂടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ
മാനിക്യൂർ സ്റ്റെപ്സ് ഫുള്ളായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഒരു പാക്ക് കൂടി നമുക്ക് ഇടാം കേട്ടോ. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ ഹണി എടുത്തിട്ടുണ്ട്. ഈ ഓയിൽ കാസ്റ്റർ ഓയിലാണ്, അതായത് ആവണക്കെണ്ണ എന്ന് പറയും. ഇത് അടിപൊളിയായിട്ടുള്ള ആൻറ്റി ഏജിങ് ഓയിലാണ്. കാരണം ഈ ഒരു ഓയിൽ നല്ല തിക്നെസ് ആണ്. റിങ്കിൾസ് വരുന്നത്, കയ്യിലുണ്ടാവുന്ന ചുളിവുകൾ അതൊക്കെ മാറാൻ ഈ ഒരു ഓയിൽ അടിപൊളിയാട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കാസ്റ്റർ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ എടുക്കാം കേട്ടോ, ബദാം എണ്ണല്ലേ അതെടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഹാൻഡ്സിൽ പാർട്ടി കൊടുക്കുക. ഞാൻ എൻ്റെ ഒരു ഹാൻഡിൽ മാത്രം കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്, കാരണം നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഹാൻഡിൽ മാത്രം ചെയ്തിട്ട് കാണിക്കുന്നത്. ഈ ഒരു ഇതിൽ, ഈ ഒരു പാക്കിൽ മഞ്ഞൾപ്പൊടി ഉള്ളത് കാരണം തന്നെ നെയിൽസിലാവാതെ നമ്മൾ നോക്കണം. കാരണം നെയിൽസിൽ മഞ്ഞൾപ്പൊടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മഞ്ഞ കളർ വരുമല്ലോ. ഇപ്പോൾ ഇതാണ് കേട്ടോ റിസൾട്ട്. ഞാനൊരു 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തതാണ്. ഈ ഒരു ഹാൻഡിൽ ഞാൻ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ഹാൻഡിൽ ഇട്ടിട്ടില്ല. സോ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ രണ്ട് ഹാൻഡ്സും തമ്മിൽ. നമ്മളിത് വീക്കിലി ഒരു 2 ടൈംസ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അതിനുശേഷം എല്ലാ പാക്കും എല്ലാ സ്റ്റെപ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസിങ്. ഞാനിവിടെ ഗ്ലിസറിനും അതുപോലെ തന്നെ റോസ് വാട്ടറും കൂടിയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഈ ഒരു ഗ്ലിസറിൻ റോസ് വാട്ടർ മിക്സ്ചർ നമ്മുടെ സ്കിന്നിന് എപ്പോഴും മോയ്സ്ചറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ. അടിപൊളിയാണ്. നമ്മളെ സ്കിന്നിൽ ഒരിക്കലും ചുളിവുകളോ ഒന്നും വരാണ്ടിരിക്കാൻ ഈ ഒരു ഗ്ലിസറിൻ ആൻഡ് റോസ് വാട്ടർ മിക്സ്ചർ അടിപൊളിയാട്ടോ. എപ്പോഴും നമുക്ക് മോയ്സ്ചറൈസറായിട്ട് ഈ ഒരു മിക്സ്ചർ യൂസ് ചെയ്യാൻ പറ്റും. ബോഡി ലോഷനൊക്കെ യൂസ് ചെയ്യുന്നതിനും പകരം ഇത് യൂസ് ചെയ്താലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാനിക്യൂർ സ്റ്റെപ്സ് ഉള്ളത്. സോ ഞാനിത് ചെയ്യല് വീക്കിലി ഒരു വട്ടമാണ് ചെയ്യല്. ഈ എല്ലാ സ്റ്റെപ്സും കൂടിയിട്ട് വീക്കിലി ഒരു വട്ടം ചെയ്യും. ഇനി സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രബ് എന്തായാലും ചെയ്യലുണ്ട്. വീക്കിലി 1 or 2 ടൈംസ് നമ്മള് കോഫി ഷുഗർ സ്ക്രബ് ഉണ്ടല്ലോ, അത് ഞാൻ ലെഗ്സിലും അതുപോലെ തന്നെ ഹാൻഡ്സിലും ചെയ്യുന്നുണ്ട്. പാക്സ് ഞാൻ വീക്കിലി 1 ടൈമാണ് ചെയ്യലുള്ളൂ കേട്ടോ. നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചല്ല നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മള് പാത്രം കഴുകുമ്പോഴൊക്കെ ഒരുപാട് ഡിഷ് വാഷർ ലിക്വിഡ്സ് ഒക്കെ യൂസ് ചെയ്യും. അത് എന്റെ ഹാൻഡ്സിന് ഭയങ്കരമായിട്ട് റിയാക്ഷൻ വന്നിരുന്നു കേട്ടോ. കാരണം കൈയിന്റെ അടിയിലെ തൊലിയൊക്കെ അടർന്നു പോകുന്ന ഒരു ടൈപ്പില് വന്നിരുന്ന്. സോ അതില്ലാതിരിക്കാൻ ഞാൻ ചെയ്തിരുന്നത് ഹാൻഡ് ഗ്ലൗസസ് യൂസ് ചെയ്യലാട്ടോ. അപ്പോൾ പാത്രം കഴുകുന്ന ടൈമിൽ അതുപോലെ തന്നെ നിങ്ങൾ ക്ലോത്ത് വാഷ് ചെയ്യുന്ന ടൈമിലൊക്കെ ഹാൻഡ് ഗ്ലൗസസ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഒരുപാട് ഡിറ്റർജൻസും അതുപോലെ തന്നെ ഡിഷ് വാഷർ ലിക്വിഡ്സ് ഒക്കെ നമ്മളെ കയ്യിലാവുമ്പോൾ നമുക്ക് സ്കിന്ന് പീൽ ഓഫ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നെയിൽസിൽ ഒരുപാട് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയാണ് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ വരുന്നത്. ഹാൻഡ്സ് കെയർ ചെയ്യുന്ന പോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഫുഡ്സ് കെയർ ചെയ്യുന്നത്. അപ്പോൾ പെഡിക്യൂറ് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവം തന്നെയാണ്. കൈയും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കാലും കെയർ ചെയ്യണമല്ലോ. കൂടുതലായിട്ട് നമ്മളുടെ ബോഡിയിലെ വെയിറ്റ് മുഴുവൻ വരുന്നത് നമ്മളുടെ ഈ ഒരു ഫുഡിലേക്കാണ്. അപ്പോൾ ഇതും നമ്മളുടെ ഫുഡ് പൊട്ടി വരാനുള്ള ചാൻസ് കൂടുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. നമ്മളെ ബോഡി മാസ് മൊത്തം നമ്മളുടെ കാലിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് കാലിന്റെ അടി പൊട്ടുവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ഒരുപാട് ഇഷ്യൂസും അതിന് വരുന്നുണ്ട് കേട്ടോ. കാല് പൊട്ടാനുള്ള ചാൻസ്, ചിലത് നല്ല നൈസ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും, അവർക്ക് പെട്ടെന്ന് പൊട്ടും കാലിന്റെ അടിയൊക്കെ. ചിലർക്ക് കട്ടിയുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിലും കാലിന്റെ അടിഭാഗം പൊട്ടി വരുന്നത് കാണാം. പിന്നെ നമ്മളത് കെയർ ചെയ്യുന്നതിനനുസരിച്ചാവും. ഡെയിലി നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും കാലിന്റെ അടിഭാഗം സ്ക്രബ് ചെയ്യണം. അത് നമ്മളുടെ ഡെഡ് സ്കിൻസ് ഒക്കെ പോവാന് ഭയങ്കര ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അത് ചെയ്യും തോറും നമ്മളുടെ സ്കിന്ന് സ്മൂത്ത് ആയിട്ട് വരും. ചെയ്യാതിരിക്കും തോറും സ്കിന്ന് ഹാർഡായി ആ പൊട്ടല് കൂടി കൂടി വരുള്ളൂ കേട്ടോ. അപ്പോ പെഡിക്യൂറ്, അതായത് കാല് എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്, നമ്മളുടെ ഫുഡ് കെയറിങ് എങ്ങനെയാന്നുള്ളതാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ.
അപ്പോൾ പെഡിക്യൂറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള വാം വാട്ടർ നമ്മൾ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ കാലൊക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന അത്ര വലുപ്പത്തിലുള്ള ഒരു ബേസിൻ എടുക്കുക. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡ നല്ലൊരു ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആണ്. അതുപോലെ തന്നെ ഒരു ബോഡി വാഷ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു എടുക്കാം. അത് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് കാലിറക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം നമ്മളുടെ ലെഗ്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക വേണ്ടത്. ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു പ്യൂമിക് സ്റ്റോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് കാലിൻ്റെ അടിഭാഗമൊക്കെ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ബാത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ആ ഒരു നനവോട് കൂടി ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാട്ടോ. ഡെയിലി നമ്മളുടെ കാലിൻ്റെ അടിയിലുള്ള പൊട്ടലുകളൊക്കെ കുറയാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നെയിൽസിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഡേർട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളുടെ സ്ക്രബ്ബറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സെയിം കോഫി പൗഡർ ആൻഡ് ഷുഗർ പിന്നെ കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ക്രബ്ബർ ഉണ്ടാക്കിയില്ലേ നമ്മൾ ഹാൻഡ്സിൽക്ക് വേണ്ടിയിട്ട്, അതേ സ്ക്രബ്ബർ തന്നെയാണ് നമ്മൾ ലെഗ്സിലും യൂസ് ചെയ്യുന്നത്. നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായി വൈപ്പ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളൊരു പാക്ക് ഇടുന്നുണ്ട് കേട്ടോ നമ്മളെ ലെഗിൽ. അതിനായിട്ട് 1 ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഹണിയും അതുപോലെ തന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഉള്ള പാക്കാണ് നമ്മൾ ലെഗ്സിൽ ഇട്ട് കൊടുക്കുന്നത്. ലെഗ്സിൽ ഞാൻ ടെർമറിക് പൗഡർ അതായത് മഞ്ഞൾപ്പൊടി അധികം യൂസ് ചെയ്യലില്ല കേട്ടോ. കാരണം ലെഗ്സിൽ പെട്ടെന്ന് സ്റ്റെയിൻസ് വരും, പെട്ടെന്ന് യെല്ലോ കളറായിട്ട് മാറും കേട്ടോ ലെഗ്സിൽ. അത് കാരണം ലെഗ്സിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യലില്ല. ഹാൻഡ്സിൽ എന്നാലും മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താൽ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല കേട്ടോ. കളർ അങ്ങനെ സ്റ്റെയിൻ ആയിട്ട് നിൽക്കലില്ല. അപ്പോൾ ഇതാ നമ്മളുടെ പാക്കൊക്കെ കഴുകി കഴിഞ്ഞു. ഒരു 15 to 20 മിനിറ്റ്സ് പാക്ക് നമ്മൾ വെച്ചിരിക്കണം കേട്ടോ. അതിനുശേഷം പിന്നെ ഇതാ ഒരു വാസ്ലീൻ അല്ലെങ്കിൽ ഞാൻ സെറാവയുടെ ഹീലിംഗ് ഓയിൽമെന്റ് ആട്ടോ യൂസ് ചെയ്യണത്. ലെഗ്സിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ് ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ ബോഡി ലോഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പാക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതുപോലെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പൊ അത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഹാൻഡ് കെയർ ആൻഡ് ഫുഡ് കെയർ മെത്തേഡ്സ് വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും സ്കിൻ കെയർ ആൻഡ് ബോഡി കെയറിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. ഞാൻ എനിക്ക് അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. അതുപോലെ തന്നെ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.